വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പിനാണ് ഞാൻ പോകുന്നത്. വയനാട് എത്തിയപ്പോൾ അവിടെ നിന്ന് മൈസൂർ പോകാൻ എളുപ്പമായെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മൈസൂർ പാലസ് കാണാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിയിൽ ഇതുപോലൊരു സൂര്യകാന്തി പാടം കണ്ടു. അവിടെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇവരിങ്ങനെ നട്ടിട്ടേക്കുവാണെന്ന്. ഒരാൾക്ക് 20 രൂപയാണ് ഇതിനകത്ത് ചിലവഴിക്കാനുള്ള ഫീസ്. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് കയറി വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. സൂര്യകാന്തി പൂവ് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. പാലസിലെത്തിക്കഴിഞ്ഞ് വണ്ടിയുടെ എണ്ണം കുറവായതുകൊണ്ട് ഞാൻ കരുതി ഇതിനകത്ത് തിരക്ക് കുറവായിരിക്കുമെന്ന്. പക്ഷെ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അറിയാതിട്ടതാണെങ്കിലും നമ്മളുടെ 3 പേരുടെ ഔട്ട്ഫിറ്റ് ഒരേപോലെ മാച്ചിങ് ആയിട്ട് വന്നു. കാശിക്കുട്ടനെയും കൊണ്ടാണ് നമ്മൾ മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നത്. സൂര്യകാന്തി പാടത്ത് കയറിയതിൻ്റെ അടയാളമായിട്ട് ദേഹത്ത് ഫുള്ള് പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്താണ് ഈ ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. നമ്മളിന്ന് ട്വിന്നിങ്, എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. മൈസൂർ പാലസിലും ഞാൻ 3 തവണ വന്നിട്ടുണ്ട്. ഇതെൻ്റെ 4ാമത്തെ തവണയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ അന്ന് ഓർമ്മയില്ല, ഞാൻ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എന്തായാലും ചപ്പലൊന്നും ഇവിടെ ഇടാൻ പാടില്ല, കാറിൽ തന്നെ ഊരിയിട്ടിട്ട് തരണം. വെയിൽ വലിയ കുഴപ്പമില്ല, വിയർക്കുന്ന വെയിലല്ല, വെയിലുണ്ടെന്നേ ഉള്ളൂ. ഇവിടുത്തെ എൻട്രി ഫീയെ സംബന്ധിച്ചുള്ള ബോർഡ് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് മാത്രമേ പറ്റൂ, GPay ഒന്നും ചെയ്തില്ല, ഓൺലി ക്യാഷാണ്. അപ്പം വരുന്നവർ ക്യാഷ് കൊണ്ടുവരണം. വലിയ ആൾക്കാർക്ക് 120 രൂപയും കുട്ടികൾക്ക് 70 രൂപയാണ്. ദെൻ സ്റ്റുഡൻസ് ടൂറിന് വരുന്നവർക്കാണെങ്കിൽ 50 രൂപയുള്ളൂ. ഇവിടെ വരുന്നവർ ക്യാഷായിട്ട് കയ്യിൽ കരുതുക. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ കറക്റ്റ് ഫോറിനേഴ്സായി അല്ലേ. നമ്മൾ ട്രിപ്പ് വരുമ്പോൾ ഇങ്ങനെ വേണം വരാൻ, അത് ലുക്കൊക്കെ വേണ്ടേ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. എൻ്റെ ഈ കോപ്രായം കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് വെച്ചു, ഞാൻ വ്ളോഗറാണോ, ട്രാവൽ വ്ളോഗറാണോ, ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെയുള്ള കാര്യം. എന്തായാലും സന്തോഷമായി, കുറച്ച് പേരെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ഞാൻ വന്ന സമയം വീണ്ടും മോശം സമയം, നല്ല തിരക്കുള്ള സമയം, നല്ല ആൾക്കാരുണ്ട്. മലയാളീസ് ഒന്നല്ല, മലയാളീസിനെ തപ്പിയാൽ കിട്ടുമായിരിക്കും, പക്ഷേ ഹിന്ദിക്കാരൊക്കെയാണ്. ഞാനത് മുന്നേ കണ്ടതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്കറിയാമല്ലോ. ഓക്കെ, നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ പെയിൻറ്റിങ് പണി കഴിഞ്ഞതേ ഉള്ളൂ, നല്ല ഫുൾ പെയിൻ്റൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞുള്ളൂ. പക്ഷേ കൊട്ടാരത്തിൻ്റെ മെയിൻ ഏരിയ, ആ മകുടം നിൽക്കുന്ന ഏരിയയിൽ പെയിൻ്റൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ പണ്ടത്തെ പോലെ കല്ല് തന്നെയാണ്. അല്ലാത്ത സ്ഥലം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെരുപ്പിടാൻ പറ്റില്ല എന്നുള്ളത് വലിയ അടിയാണ്. കാര്യം ചെരുപ്പിടാതെ നടക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്ത് ഇവിടെ ഇൻ്റർലോക്കൊക്കെ നല്ല ചൂടായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും വണ്ടിയിൽ ഊരിയിട്ട് നന്നായി, ഇല്ലെങ്കിൽ ഇവിടെ ചാക്കിൽ ഇതുപോലെ റാക്കിൽ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ കൊടുക്കണം കൗണ്ടറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് വാഡിയർ രാജവംശത്തിൻ്റെതാണ് മൈസൂർ പാലസ്. മൈസൂരിനെ സിറ്റി ഓഫ് പാലസസ് എന്നാണ് വിളിക്കുന്നത്. 7 കൊട്ടാരങ്ങളാണ് മൈസൂർ നഗരത്തിന് ചുറ്റിപ്പറ്റിയുള്ളത്. അതിലൊന്നാണ് ഈ ഒരു കൊട്ടാരം. ഇവിടെ കയറുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ സെൻസർ നമുക്കിവിടെ കയറി വന്ന് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗെല്ലാം ഇവിടെ കൊടുത്ത് ബാഗിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ബാഗ് കൊടുക്കും. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും ബാഗൊന്നും കൊണ്ടുവന്നില്ല, അത് നന്നായി.
ദെൻ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. ഇവിടെ എല്ലാം ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു പഴമയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മുന്നേ ഞാൻ വന്ന സമയത്ത് നമ്മൾ അകത്തൂടെ കയറിയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പുറത്തൂടെ കയറിയിട്ടാണ് അകത്ത് പോകേണ്ടത്. ഇവിടെ ഈ റെനോവേഷൻ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് വലിയ ലുക്കില്ല എന്നല്ല, വലിയൊരു പഴമ തോന്നുന്നില്ല. അപ്പം നമ്മൾ ടിക്കറ്റ് എല്ലാം പരിശോധിക്കണം. വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടാരത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് കയറുക. മൈസൂർ കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്ചർ കുറച്ച് വ്യത്യസ്തമുള്ളതാണ്. കാരണം രാജ്പുത്, ഇസ്ലാമിക്, ഗോതിക് ആർക്കിടെക്ചർ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഹെൻറി ഇർവിൻ എന്ന ഇംഗ്ലീഷ് ആർക്കിടെക്റ്റാണ് മൈസൂർ പാലസിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. മൈസൂർ പാലസിന് മുന്നേ വോഡിയാർ രാജവംശം ജീവിച്ചിരുന്ന വുഡൻ പാലസ് എന്ന കൊട്ടാരം തീവച്ച് നശിപ്പിച്ചതിനെ തുടർന്നാണ് ഹെൻറി ഇർവിനെ കൊണ്ട് കൃഷ്ണരാജ വോഡിയാർ നാലാമൻ ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. പുറത്ത് നല്ല ചൂടാണെങ്കിലും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും അറിയാൻ പറ്റില്ല. തറകളായാലും ഭിത്തികളായാലും നല്ല തണുത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പാലസിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞ് നേരെ എതിർവശത്ത് ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് ഉണ്ട്. രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാണുന്ന സിംഹാസനം ഇതെല്ലാം മാർബിളിൽ പണിഞ്ഞാണ്. ഇത് ഫുൾ തടിയിലും അതും ഫുൾ മാർബിളിൽ പണിഞ്ഞ. ഇവിടെ കൂടുതൽ മാർബിളാണ്. ഈ കാണുന്നത് തൂണ് ഫുള്ള് മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൈസൂർ ഫ്രണ്ട് കാണാം. പീരങ്കി ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ട് മൈതാനം. ഇവിടെ ആയിരിക്കണം പട്ടാളക്കാരൊക്കെ ഒന്ന് സന്നദ്ധിച്ച് നിന്നിട്ട്. പുറത്തിറങ്ങി വീൽ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വീൽ ചെയറിലിരുത്തി അവരെ കൊട്ടാരം ഫുള്ള് ചുറ്റി കാണിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു വലിയ ആനയുടെ ശില്പമുണ്ട്. ആനയുടെ തല മാത്രം. ഈ ഒരു ഗേറ്റ് നോക്കി എന്ത് ഭംഗിയിലാണ് ഈ ഒരു ഗേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് ദർബാർ ഹാളിലേക്ക് കയറും. ഇവിടെ മൈസൂരിൻ്റെ ഫുൾ ഹിസ്റ്ററി എല്ലാം ഇവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ പട്ടാളക്കാരൊക്കെയാണ്, അവരുടെ യൂണിഫോം കോഡ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ അവർ കൊട്ടുന്ന ആ ഒരു സാധനത്തിൻ്റെ പേര്, കാര്യങ്ങൾ ഒക്കെ അത് താഴെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. ഇത് മൈസൂർ ഇൻഫൻട്രിയുടെ ഫസ്റ്റ് ബറ്റാലിയൻ. അവിടെ ആ ഒരു ആർമിയുടെ ഫസ്റ്റ് ബറ്റാലിയൻ. പിന്നെ ഒരു സൂപ്പർ കാഴ്ചയുണ്ട്. ഈ ഒരു വാളിൽ നമ്മൾ ഒരു ഫുൾ സ്റ്റോറി കണ്ടിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വമ്പൻ കാഴ്ചയുണ്ട്. ഇതാണ് ആ കാഴ്ച. ഇതിൻ്റെ റൂഫ് ഫുള്ള് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗി. രാത്രിയാകുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലായിരിക്കും ഇവിടെ ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു ദർബാർ ഹോള് ഇനി നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊന്നും ആയിട്ടില്ല. ഭയങ്കര ബഹളമാണ്. എന്നെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓഫ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മൈസൂർ കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു സാധനമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മൈസൂർ പാലസ് എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ഹാള് മനസ്സിലേക്ക് വരും. ഓക്കെ, ഇതാണ് മൈസൂർ പാലസ് എന്നുള്ള സാധനം മനസ്സിലേക്ക് വരും. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ഹാള്.
അത് കഴിഞ്ഞ് മുന്നേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഫ്രണ്ടിൽ ഇവിടുത്തെ വാതിലുണ്ടാവും. ഇത് കൊത്തുപണിയാണ്. ഈ ഒരു ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറേ വാതിലുണ്ട്. ഫുൾ കൊത്തുപണിയാണ്. അടിപൊളി അടിപൊളിയായിട്ടുള്ള വാതിലാണ്. ഇതിനകത്തൊരു ചെറിയ ആർട്ട് ഗാലറിയാണ്. കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഫോട്ടോസ്, ജീവചരിത്രം, പേര്, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാജാവിൻ്റെ ഉപനയന ചടങ്ങാണ്. എത്ര ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അല്ലേ. അത് ആ ഒരു റൂമിൽ ഒരു ദേവിയുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട്. അതുവരെ കറക്റ്റായിട്ട് ഈ ഒരു പിക്ചറിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ ക്യൂൻ അലക്സാണ്ട്ര ആൻഡ് കിങ് എഡ്വേർഡ് 7th. ഇത് കിങ് എഡ്വേർഡ് 7th, ഇത് ക്യൂൻ അലക്സാണ്ട്ര. അവരുടെ 2 പിക്ചേഴ്സും നല്ല റോയൽ സ്റ്റൈലിൽ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്സ് എല്ലാം കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കയറി ഈ റൂമിനകത്ത് ഇവിടുത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ ഫുൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ രാജ്ഞിമാരുടെ ആമാടപ്പെട്ടി, ഇവിടെ ഒരു വീണയുണ്ട്. ഇതെല്ലാം തടിയിലുണ്ടാക്കിയതാണ്. ഫുൾ വെച്ചിട്ടുണ്ട്. ബുക്സ്, കാര്യങ്ങൾ ഇവിടെ കണ്ടോ. വളരെ ഒരു കാട്ടുപോത്ത്. അതൊരു ഒരു മൃഗത്തിൻ്റെ കാലിലാണ് ആ ഒരു ചെയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു സാധനം നമ്മൾ ബാംഗ്ലൂർ പാലസ് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആനയുടെ കാലുകൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടം. ഇതൊക്കെ ആമാട പെട്ടി, ഇത് വീണ, ഇതെല്ലാം തടിയിലുണ്ടാക്കിയതാണ്. ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് മൈസൂർ പാലസിൻ്റെ നടുമുറ്റം. വളരെ ഭംഗിയാണ് ഇവിടെ നോക്കാനായിട്ട്. 4 ഭാഗത്തും ഗ്ലാസ് കൊണ്ടുള്ള ജനലും അതുപോലെ കറങ്ങിയുള്ള ഗോവണി പടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, കാരണം നെറ്റിട്ട് മറിച്ചിട്ടുണ്ട്. ഈ ജനലിൽ കൂടി ഇങ്ങനെ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കൊട്ടാരത്തിനകത്തൊരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലിഫ്റ്റ് കാണാം കേട്ടോ. അന്നത്തെ AC ലിഫ്റ്റ്. കൊട്ടാരം പണി കഴിപ്പിക്കുന്ന സമയത്ത് ഇത്രയും വിശാലമായ രീതിയിലല്ലായിരുന്നു കൊട്ടാരം ഉണ്ടായിരുന്നത്. പിന്നീട് റീഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ഇത്രയും വലിയ രീതിയിൽ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്.
ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അല്ല, ഫോട്ടോ അല്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ അകത്തെ ആക്സസറീസ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രം വീഡിയോസ് എടുക്കാൻ പാടില്ല. ബാക്കി പുറത്ത് കാണുന്ന സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ അതിന് പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കറങ്ങി വന്നതെല്ലാം ഈ ഒരു നടുക്ക് ഈ ഒരു ഭാഗത്തിന് ചുറ്റിപ്പറ്റി 4 കോണിലായിട്ട് അതിനകത്ത് ഓരോ റൂമിലാണ് ഈ മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 2 പുലികൾ അല്ലെ ജാഗ്വർ എന്തോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർക്കുന്ന ഒരു സാധനം നമുക്കൊരു പാറയിലുണ്ടാക്കി ഒറ്റ പാറയിലുണ്ടാക്കിയ ഒരു 2 ശില്പം, ഒന്നല്ല 2 ശില്പങ്ങൾ നമുക്ക് കാണാം. മുഖത്തോട് മുഖം നോക്കി നടുക്ക് സ്റ്റെപ്പ് എന്ന രീതിയിലാണത് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഞെട്ടിട്ടേക്കുന്ന കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, പോയി തൊടാനും എടുക്കാനൊന്നും പറ്റില്ല. ശരിക്കും നമ്മൾ ഹിന്ദു ക്ഷേത്രത്തിൽ കാണുന്ന പോലുള്ള കൊത്തുപണികൾ ഈ കൊട്ടാരത്തിലുണ്ട്. പാറയിൽ തന്നെ ദൈവങ്ങളുടെ ആയാലും ഇവിടെ കൂടുതൽ കൃഷ്ണൻ, രാധ, കൃഷ്ണൻ്റെ അമ്മ, അച്ഛൻ അങ്ങനെയൊക്കെയുള്ള പടങ്ങളാണ് കൂടുതൽ. പിന്നെ ദേവിമാർ അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. പിന്നെ ഗണപതി അങ്ങനെയൊക്കെയുള്ള പാറയിലുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അതും കൊട്ടാരത്തിൽ സാധാരണ കൊട്ടാരങ്ങളിൽ അങ്ങനെ ദൈവങ്ങളെ വിഗ്രഹങ്ങൾ വയ്ക്കും എന്നല്ലാണ്ട് തൂണുകളിൽ അത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മൈസൂർ പാലസിൽ തൂണുകളിലും ഈ സാധനം ഈ കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു വമ്പൻ ഐഡിയ അല്ല, വമ്പൻ സംഭവമാണ്. എന്തായാലും ബാക്കി നോക്കാം. നമ്മളിപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങുന്നത് ശരിക്കും നമ്മൾ നേരത്തെ കയറിപ്പോയത് ഇതുവഴി കയറിപ്പോയിട്ട് അതുവഴി കറങ്ങി 4 വശത്തൂടെ കറങ്ങി ഇങ്ങനെ വരികയാണ് ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ കൂടെ കണ്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ. സ്കൂളിലെ ടൂർ നടക്കുന്ന സമയമുണ്ട്. ഭയങ്കര തിരക്ക്, ഭയങ്കര റഷ്. സ്റ്റെപ്സ് കയറി വന്നിട്ട് നമ്മൾ കാണുന്ന ഒരു ഗ്ലാസ് പെയിന്റിങ്ങാണ്, അടിപൊളി ഗ്ലാസ് പെയിന്റിങ്ങാണ്. സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ഇവിടുത്തെ വിൻഡോസിന് മുകളിലായിട്ട് കുറച്ച് ഗ്ലാസ് പെയിൻറ്റിങ് കാണാം. സ്റ്റെപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഗണപതിയെ കാണാം. ഗണപതിയുടെ വലതുവശത്തായിട്ട് 2 തലകളുള്ള ഗണ്ഡപരുണ്ട എന്ന് വിളിക്കുന്ന ഹിന്ദുവിസത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പക്ഷിയെ കാണാം. ഇതേ സെയിം പെയിൻറ്റിങ് തന്നെ ഗണപതിയുടെ ഇടതുവശത്തുള്ള വിൻഡോസിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് നല്ല ക്ലിയർ ഉള്ളൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് പോവാം. ആ ഒരു സ്റ്റെപ്പ് കയറി നേരെ മേലേക്ക് വരുമ്പം നമ്മൾ താഴെ കണ്ട ആ ഒരു ദർബാർ ഹാളിൻ്റെ അതേപോലത്തെ ഒരു സാധനം ഇവിടെ വീണ്ടും കാണും. പിന്നെ ഇങ്ങോട്ടൊക്കെ കുറേ റൂംസ് ഉണ്ട്, അവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഇതിന് മുകളിലായിട്ട് ഇവിടെയായിട്ട് രാജാക്കന്മാരെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണരാജ വോഡിയാർ. ദർബാർ ഹാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ മറ്റേ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ ഉള്ള പോലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ കൂടെ ചെയർസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കർട്ടൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇക്കിളി വാതിലെല്ലാം പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ നെറ്റ് ഇട്ടേക്കാണ്.
ഇവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. നെറ്റ് കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഇത് ശരിക്കും കണ്ണാടിയാണ്, അത്ര ക്ലിയർ ഉള്ളൊരു കണ്ണാടി. ഇവിടെ കാണുന്ന ഈ മിററിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാതിൽ കാണാം. ശരിക്കും പള്ളിയുടെയൊക്കെ വാതിൽ പോലെ ഉണ്ട്. നൈസ്. വീണ്ടും കയറുന്ന ഒരു ഹാളിലേക്കാണ്. ഇത് കുറച്ചും കൂടെ ഒരു റോയൽ ലുക്ക് കൂടുതലുള്ളതാണ്. കാരണം താഴെ കണ്ടതൊക്കെ ഒരു പേസ്റ്റൽ കളർ പോലത്തെ ഇതായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് ഗോൾഡൻ കളർ കൂടുതലുണ്ട്. ഭയങ്കര റിച്ച് ഫീലിംഗ് ഉണ്ട്. സിൽവർ ഡോറാണ്, സിൽവർ കൊണ്ടാണ്, വെള്ളിയാണ്. പക്ഷേ കളർ മാറിയിട്ട് ഇപ്പം സ്വർണ്ണം പോലെയാണ്. സോ ഞാൻ സ്വർണ്ണമാണ് തെറ്റിദ്ധരിച്ചു. നമ്മുടെ അനന്തശയനത്തിൽ കാണാം. പുറകിലത്തെ ഹാളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഇത് വാതിലുണ്ട്, ഗ്ലാസ് ഇട്ട. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹാള്, അത് നേരത്തേക്ക് മിനി ഹാൾ, മിനി അതേ കളറിൽ അതേ കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മിനി ഹാൾ. ഇവിടെ ഒരു അവിടെ വെള്ളിവാതിലുണ്ട്, പക്ഷെ അവിടെ നമ്മളെ കയറ്റി വിടത്തില്ല. ഒരു വലിയ ഡോർ അതിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. ലോക്ക്ഡാണ്. പുറത്ത് വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ആദ്യം ആ ഒരു വോളയാറിൻ്റെ പടം കണ്ട സ്ഥലമില്ലേ, ഫസ്റ്റ് എൻട്രി സ്ഥലത്ത്, അവിടെ വന്നിറങ്ങും നമ്മൾ അകത്ത്. കയറിയ വഴിക്ക് തന്നെ തിരിച്ചെത്തി. പുറത്തോട്ട് ഭയങ്കര തിരക്കാണ്. പാലസിൻ്റെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, ഒരു അമ്പലമുണ്ട്, പുറത്തൊരു ഗോപുരമുണ്ട്, അതിനകത്തും അമ്പലം. ഞാൻ പണ്ട് വന്ന ഓർമ്മ എനിക്ക് മറന്നുപോയി എന്താണ് സംഭവം. ഓക്കെ, ഇത് അമ്പലമാണ്. ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ടെമ്പിൾ ആണ് ഇവിടെ ഉള്ളത്. പാലസിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ എല്ലായിടത്തും നല്ല തിരക്കായത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. പുറത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ 2-3 ഷോപ്പൊക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം അവിടെ നിന്ന്. പിന്നെ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ എന്ന് കരുതിയിട്ട് മൈസൂരിൻ്റെ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നീട് നടന്ന് വീണ്ടും പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. പാലസിനെ മുഴുവനായിട്ട് കാണണമെങ്കിൽ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ കാണണം.
അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ബൈ ബൈ.